ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വരക്കാൻ പോകുന്നത് ഈസ്തെറ്റിക് ആയിട്ടുള്ളൊരു അറബിക് കാലിഗ്രഫി പെയിൻറ്റിംഗ് ആണ്. വളരെ സിമ്പിളാണ്, വളരെ ചെറിയ കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് വരക്കാൻ പറ്റുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡോംസിൻ്റെ സ്കെച്ച് ബുക്കാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെറിയൊരു മൂടിയിൽ വെള്ളം എടുത്ത് അതിൽ ഓറഞ്ച് അക്രിലിക് പെയിൻറ്റ് ആഡ് ചെയ്തിട്ട് പേജിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. കൈവച്ച് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഡ്രൈ ആക്കി വെക്കുക. ഞാൻ ഇന്ന് വരക്കാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഡെയ്സി ബഞ്ചിൻ്റെ ക്യൂട്ടായിട്ടുള്ളൊരു തീമാണ്. സോ പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റെമ്മും ഫ്ലവർ വരുന്ന സ്പോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. ആക്ച്വലി വളരെ സിമ്പിളായിട്ട് വരക്കാൻ പറ്റുന്ന ഫ്ലവറാണ് ഡെയ്സി. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റും. ഒരു ബഞ്ചിൻ്റെ ആകൃതി വരുന്ന പോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സിമ്പിൾ ആൻഡ് ഈസിറ്റിക് ആയിട്ടുള്ള പെയിൻറ്റിങ്സിൻ്റെ വീഡിയോ ട്യൂട്ടോറിയൽ വേണ്ട ആൾക്കാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മൾ ബ്രൗൺ കളർ ആക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് എല്ലാ ഫ്ലവേഴ്സിൻ്റെയും മിഡിലായിട്ടൊന്ന് ചെറുങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് പെറ്റൽസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ്. സെയിം ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് വരച്ചെടുക്കാം. ഇതിൽ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ സൈഡിൽ വരച്ചിരിക്കുന്ന ഫ്ലവേഴ്സിൻ്റെ ഒരു സൈഡ് പെറ്റൽസ് കുറച്ച് ബിഗും വേറെ സൈഡ് കുറച്ച് സ്മോളും ആവുന്ന രീതിയിൽ വരച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു റിയലിസ്റ്റിക് ഫീൽ ഉണ്ടാവും. സോ അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എല്ലാ ഫ്ലവറും പെയിൻറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വരക്കാൻ പോകുന്നത് ഇതിൻ്റെ സ്റ്റെമ്മാണ്. സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ അക്രിലിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഫ്ലവേഴ്സിലേക്കും സ്റ്റെമ്മ് കണക്ട് ചെയ്ത് വരക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സൈഡിലുള്ള 2 ഫ്ലവേഴ്സിനെ ഒരു സ്റ്റെമ്മിലേക്ക് കണക്ട് ചെയ്യുന്ന പോലെ നമുക്ക് വരച്ചെടുക്കാം. ആൻഡ് സെയിം ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ലീഫും ഇതിൽ പെയിൻറ്റ് ചെയ്യാം. ആൻഡ് ലീഫ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എല്ലാ ഫ്ലവറിൻ്റെയും മിഡിൽ പോർഷൻ ഓറഞ്ച് കളർ ആക്രിലിക് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ മിസ്സായിപ്പോയി. ദെൻ ലാസ്റ്റ് പാർട്ട് നമ്മൾ പെറ്റൽസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ സെയിം വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഷാഡോ ഫീൽ തോന്നിക്കാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളർ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്ത് നമ്മൾ പെയിൻറ്റ് ചെയ്യുക. ഓൾമോസ്റ്റ് നമ്മളുടെ ക്യൂട്ടായിട്ടുള്ള ഡെയ്സി ബഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞാൽ, നമ്മൾ അറബിക് കാലിഗ്രഫി നമ്മൾ അള്ളാ എന്ന് മുകളിൽ എഴുതുന്നു. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കലമും ഇങ്കുമാണ്. കലം തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ മാർക്കറോ ബ്ലാക്ക് സ്കെച്ചോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നോർമൽ സ്കെച്ച് ഉപയോഗിച്ചിട്ട് അള്ളാന്ന് എഴുതുക. എന്നിട്ട് താഴെ ഭാഗത്തും മുകൾ ഭാഗത്തും മാത്രം കുറച്ച് ബോൾഡ് ആക്കുക. അപ്പോഴേക്കും ഒരു അറബിക് കാലിഗ്രഫീൻ്റെ ഒരു ഫീൽ ഉണ്ടാവും. ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. Thanks for watching and hope you guys like my video. Don't forget to click subscribe and stay tuned for our next video.